ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് കേട്ടോ. കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ്, എരിവിനായിട്ട് 1 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 സ്പൂണോളം ജീരകമാണ് കേട്ടോ, ക്യുമിൻ സീഡ് ജീരകം എടുത്തു. ഇനി നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അജ്വാനാണ് കേട്ടോ. അയമോദകം എന്നൊക്കെ പറയും. ഇത് നല്ല മണമാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ഒരു നുള്ളെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂണോളം നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായം. ഉപ്പ് 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ള മാത്രം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിടി മല്ലിയിലയാണ്. ഇത് തണ്ടില്ലാതെ ഇല മാത്രം അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഏതാണ്ട് ഒരു കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ചെയ്തെടുക്കുമ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ കുഴച്ച് കൊടുത്ത് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ലൂസാവരുത്. ബജിമാവ് ഉണ്ടാക്കില്ലേ, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബാറ്ററാണ് കേട്ടോ. അത് പല റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒത്തിരി സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഇനി ഞാനിവിടെ കടലയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. നിലക്കടലയാണ് കേട്ടോ. ഇതൊന്ന് തുടച്ചെടുത്തതാണ് ഉണങ്ങിയ തുണിയിലിട്ടിട്ട്. അപ്പോൾ ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് പച്ചക്കറികളോ ചിക്കനോ ഒന്നും തന്നെ ഇല്ലാതെ, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ വെറും കടല വെച്ച് നമുക്ക് ഇതുപോലെ ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നിലക്കടല നമുക്ക് മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാറുള്ളതാണ്, ഫ്രൈ ചെയ്യാനായിട്ടും പിന്നെ പുഴുങ്ങിയെടുക്കാനായിട്ടും. അപ്പോൾ ആ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എടുത്ത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അത് ഒരുപാട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ അപ്പം തന്നെ കുഴച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടായി കിടക്കുന്നുണ്ട്. ഈ എണ്ണയിലേക്ക് ഇതുപോലെ ചെറുതായിട്ടോ വലുതായിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൗകര്യാർത്ഥം ഇട്ട് കൊടുക്കാം. ഈ കടലയുടെ അത്രയും വലിപ്പം മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ഇല്ലെങ്കിൽ വലിയ കണ്ണിയുള്ള അരിപ്പോ ചട്ടുകമൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ, നല്ല ചൂടായതിന് ശേഷം നല്ല മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഇതുപോലെ നല്ല ഡ്രൈ ആവുന്നവരെ, നല്ല ഇങ്ങനെ ക്രിസ്പി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നിനോട് ഇങ്ങനെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചട്ടുകം വെച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ വലുതാക്കി ഉണ്ടാക്കിയാലും ചെറുതാക്കി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത്. ഇത് പക്കോട പോലെ തന്നെ അധികം ക്രിസ്പി ആവാതെയും എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഇതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരും. ഇതിൻ്റെ തിളയൊക്കെ നിൽക്കും. ആ സമയത്ത് ഇതിനെ കോരാട്ടോ. അപ്പോൾ ഞാനിവിടെ കോരി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ നമ്മൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കടലയൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാ കുട്ടികളും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയും രുചിയാണ്. നമുക്കിത് ആഴ്ചയിലൊരിക്കൽ ഉണ്ടാക്കി വെച്ച് ഒരു ടിന്നിലാക്കി വെച്ചാലും നമ്മുടെ പണി എളുപ്പമാവും കേട്ടോ. വൈകുന്നേരം എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ള ടെൻഷൻ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കി വെച്ച് നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കാം കേട്ടോ. ഇനി ലാസ്റ്റിൽ ഞാനിവിടെ ഒരു പിടി കറിവേപ്പില, ഒരു 3 അല്ലിയോളം ഉണ്ട്. ഇതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു പ്രത്യേക രുചി. നമ്മൾ ടിന്നിലൊക്കെ അടച്ചു വയ്ക്കുമ്പോൾ
ഈ കറിവേപ്പിലയും കൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്നാക്സിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ, രുചിയും മണമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ഒരു അടുത്ത വീഡിയോയിൽ കാണാം.